മാർച്ച് 24 യുദ്ധത്തിൻ്റെ 25-ാം ദിവസം വൈകുന്നേരം പുറത്തു വരുന്ന വാർത്തകളിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇപ്പോൾ ഇറാൻ അമേരിക്കയുമായി സംസാരിച്ചെന്നും 15-ന് പരിപാടിക്ക് സമ്മതിച്ചെന്നും അതേ തുടർന്ന് ആക്രമിക്കാനിരുന്ന കാര്യം 5 ദിവസത്തേക്ക് ഒരു നിരീക്ഷണം എന്ന രൂപത്തിൽ മാറ്റിവെച്ചെന്നും ഒക്കെ ട്രംപ് പറഞ്ഞിരിക്കുന്ന പശ്ചാത്തലത്തിൽ മധ്യസ്ഥ ശ്രമങ്ങളുമായി ചില രാജ്യങ്ങൾ സജീവമായി മുന്നോട്ട് വന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഗതിവിഗതികളും ചർച്ച ചെയ്യുന്ന രാത്രിയായി ഇതാ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, തുർക്കി പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ രാജ്യത്ത് സാമ്പത്തിക പ്രശ്നങ്ങൾ ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു, മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചേ പറ്റൂ, അതുകൊണ്ട് ഫൈറ്റിംഗ് നിർത്തണം, മീറ്റിങ്ങിലേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് തുർക്കി വളരെ സജീവമായിട്ട് എല്ലാവരെയും ഒന്നിപ്പിക്കാൻ വേണ്ടി, സമാധാനത്തിലെത്താൻ വേണ്ടി രംഗത്ത് വന്നിരിക്കുകയാണ്. വരുന്ന 4 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ശരിയാക്കി എടുക്കുമെന്നും പറഞ്ഞാണ് തുർക്കി നിൽക്കുന്നത്. രണ്ടാമത്തേത്, പാകിസ്ഥാൻ ഔപചാരികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു അമേരിക്കയുടെയും ഇറാൻ്റെയും ഒമാൻ്റെയും പ്രതിനിധികൾ പാകിസ്ഥാനിൽ വന്ന് ചർച്ചകൾ നടത്തും, ഞങ്ങളതിന് മധ്യസ്ഥത വഹിച്ചുകൊണ്ട് സാഹചര്യം ഒരുക്കുകയാണ് എന്നതിനെക്കുറിച്ച്. ഇതിനിടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ നരേന്ദ്രമോദി വ്യക്തമാക്കിയിരിക്കുന്നു, പ്രസിഡന്റ് ട്രംപിനെ വിളിച്ച് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് വെസ്റ്റ് ഏഷ്യ ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി സംസാരിച്ചു. ആശയഗതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു. ഹോർമൂസ് കടലിടുക്കിലൂടെ അത്യാവശ്യ സാധനങ്ങൾ ലോകമെങ്ങും കൊണ്ടുപോകാനുള്ള സൗകര്യം വരുന്നതിനെക്കുറിച്ചുള്ള ഉറപ്പിലേക്ക് ഇന്ത്യ മുൻകൈ എടുത്തുകൊണ്ട് നീങ്ങുകയാണ് എന്ന കാര്യം കൂടി സംഭാഷണത്തിൽ വന്നതായി നരേന്ദ്രമോദിയുടെ മെസ്സേജിൽ തന്നെ എക്സിൽ പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഓരോ രാജ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ വൈറ്റ് ഹൗസിന്റെ പ്രസ് സെക്രട്ടറി കരോലിൻ ലിയോവിറ്റ് നമ്മൾ പലപ്പോഴും പരാമർശിക്കുന്ന ഒരാളാണ്. കരോലിനോട് അല്പം മുമ്പ് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, പാകിസ്ഥാനിൽ അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിനിധികൾ നേർക്കുനേർ സംസാരിക്കുമോ? മറ്റേ കുഷ്നറും വിറ്റ്കോഫും ഒക്കെ ഇറാന്റെ പാർലമെന്റ് സ്പീക്കറുമായിട്ടൊക്കെ സംസാരിക്കുമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ കരോലിൻ പറയുന്നത്, ഇത്തരം സെൻസിറ്റീവായിട്ടുള്ള നയതന്ത്ര വിഷയങ്ങൾ മാധ്യമങ്ങളോടല്ല സംസാരിക്കാനുള്ളത്, വൈറ്റ് ഹൗസിൽ നിന്ന് വ്യക്തമായ അറിയിപ്പ് നിങ്ങൾക്ക് കിട്ടും, അതുവരെ കാത്തിരിക്കണം എന്നാണ്. ചർച്ചയിൽ പങ്കെടുക്കുമെന്നോ പങ്കെടുക്കില്ലെന്നോ കരോലിൻ മറുപടി പറഞ്ഞിട്ടില്ല. ഇങ്ങനെയൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാർക്കറ്റിൽ സംഭവിച്ചത് നമ്മൾ സാധാരണക്കാരെ ബാധിക്കുന്ന കാര്യമായി മാറിയിരിക്കുന്ന കൂടി നമ്മളൊന്ന് അറിയണം. ഈ രാത്രി ട്രംപ് പറഞ്ഞു 5 ദിവസത്തേക്ക് ഇനി ആക്രമണം മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എണ്ണവില താഴ്ന്ന് ഒരു ബാരലിന് $100 താഴെ 86, 88, 92 ഒക്കെ ആയിട്ട് പല കാറ്റഗറി എണ്ണകൾ വന്നു. ആളുകൾക്ക് അല്പം ആശ്വാസമായി. പക്ഷേ ഇന്നലെ പാതിരാത്രി തന്നെ ഇറാൻ അതിശക്തമായി ഇസ്രായേലിനെ ആക്രമിച്ചു. ഒരുപാട് കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ വന്നു, ആളുകൾക്ക് പരിക്ക് പറ്റി. അതും വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ നെജേവ് എന്ന് പറഞ്ഞിരിക്കുന്ന ആണവായുധ കേന്ദ്രത്തിന്റെ ഏതാണ്ട് അടുത്തുള്ള ഡെസർട്ട് സിറ്റിയായ ഡിമോണയിൽ ആക്രമണം നടന്നപ്പോൾ അവിടുത്തെ ആളുകൾക്ക് പരിക്ക് പറ്റിയപ്പോൾ ഇന്ന് രാവിലെ വീണ്ടും എണ്ണവില കുതിച്ചുയർന്നു. 100-ന് മുകളിലേക്ക്, ഒരു ബാരലിന് 100-ന് മുകളിൽ $1 എന്ന രൂപത്തിലായി ഇപ്പോൾ നിൽക്കുകയാണ്. ഈ മാർക്കറ്റിന്റെ അത്ഭുതം എല്ലായിടത്തും ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ബംഗ്ലാദേശിൽ ഏതാണ്ട് 80% വില വർധനവ് വന്നിരിക്കുന്നു. ഇന്ത്യ ഇപ്പോഴും ഒരു ഉറപ്പ്, ഒരു ആത്മവിശ്വാസം നൽകുന്നത് ആവശ്യത്തിന് സംഭരണം നടത്തിയിട്ടുണ്ട്, തൽക്കാലം പേടിക്കാനില്ല എന്നാണ്. എന്നാൽ ഫിലിപ്പൈൻസ് 1 വർഷത്തേക്ക് ഊർജ അടിയന്തരാവസ്ഥ, ആദ്യമായിട്ടാണ് ഒരു രാജ്യം ഇങ്ങനെ ഒരു എമർജൻസി പ്രഖ്യാപിക്കുന്നത്. എന്ന് വെച്ചാൽ ഫുഡ്, ഫ്യൂവൽ, മെഡിസിൻസ്, മറ്റ് അത്യാവശ്യ വസ്തുക്കൾ ഇതൊക്കെ വിതരണം ചെയ്യുന്നതിന് ഒരു ഗവൺമെന്റ് കമ്മിറ്റിയുടെ നിരീക്ഷണം ഉണ്ടായിരിക്കും. യഥേഷ്ടം ആൾക്ക് വാങ്ങാനും കൊണ്ടുപോകാനും സൂക്ഷിക്കാനും ഒന്നും പറ്റില്ല. 1 വർഷത്തേക്ക് പ്രസിഡന്റ് മാറ്റി പറയുന്നത് വരെ, അതല്ലെങ്കിൽ കുറഞ്ഞത് 1 വർഷം വരെ ഈ ഉത്തരവ് എമർജൻസി തുടരും എന്നാണ് അറിയിപ്പിൽ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. മറ്റ് രാജ്യങ്ങളൊന്നും ഊർജ അടിയന്തരാവസ്ഥ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഈ മിഡിൽ ഈസ്റ്റ് പ്രശ്നത്തിൽ ഔപചാരികമായി ചൈന ഇടപെടാൻ തുടങ്ങിയിരിക്കുന്നു. ചൈനയുടെ വിദേശകാര്യ മന്ത്രി വാങ് യി ഇന്നിപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എങ്ങനെ സമാധാനം കൊണ്ടുവരാം, അതിനെന്തൊക്കെ ചെയ്യണം എന്ന കാര്യം ചൈന മുന്നോട്ട് വെച്ചപ്പോൾ ഇറാൻ പറയുന്ന 1-2 കാര്യങ്ങൾ ഇതൊക്കെയാണ്. വെടിനിർത്തൽ എന്ന് പറഞ്ഞിട്ട് താൽക്കാലികമായ ഒരെണ്ണം വേണ്ട, സമഗ്രമായ വെടിനിർത്തലിന് വേണ്ടി ഇറാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാമെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ ഹോർമൂസിന്റെ കാര്യം, ഇറാനുമായി യുദ്ധം നടത്തുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾ കൊണ്ടുപോകുന്നിടത്താണ് പ്രശ്നം, അല്ലാത്തത് കൊണ്ടുപോകുന്നതിൽ തടസ്സമില്ല, അതിപ്പോഴും ഓപ്പൺ ആണല്ലോ എന്ന് അബ്ബാസ് അറക്ചി
ചൈനയോട് ചോദിക്കുകയും ചെയ്തതായി ചൈനയുടെ ട്രാൻസ്ലേറ്റഡ് റിപ്പോർട്ട് പറയുകയാണ്. ഇതിനിടയിൽ BBC കൊണ്ടുവരുന്ന മറ്റൊരു റിപ്പോർട്ടർ നമ്മളൊന്ന് ശ്രദ്ധയോടെ മനസ്സിലാക്കണം. UK ഫ്രാൻസിനെ ചങ്ങാതിയാക്കി പിടിച്ചിട്ട് ഈ ഹോർമൂസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമുക്കൊരു സംയുക്ത സഖ്യകക്ഷി ഉണ്ടാക്കുന്ന കാര്യം ആലോചിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് പറ്റുമെങ്കിൽ സാധ്യതകളും വ്യവസ്ഥകളും ഒക്കെ ശരിയായി വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യാം എന്ന് ഫ്രാൻസ് പറയുകയും ചെയ്തെങ്കിലും ഫ്രാൻസിന്റെ ഒരു ജനറൽ, അദ്ദേഹത്തിൻ്റെ പേര് ഫാബിയൻ മണ്ടൻ എന്നാണ്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ അമേരിക്ക മിഡിൽ ഈസ്റ്റിലെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നതിന് മുമ്പ് ഞങ്ങളുമായിട്ട് ആലോചിച്ചിട്ടില്ല. അമേരിക്ക ഞങ്ങളുടെ സഖ്യകക്ഷിയാണ്, നല്ല സുഹൃത്താണ്, ബന്ധം വളരെ ദൃഢമാണ്. പക്ഷേ ഈ വിഷയം ഞങ്ങളോട് ആലോചിക്കാത്തതിനെ അദ്ദേഹം അപലപിച്ചു എന്ന രൂപത്തിലാണ് അറിയിപ്പും വാർത്തയും വരുന്നത്. ഇറാനെതിരെ ഏകപക്ഷീയമായി ഇന്നലെ ഒരുപാട് സംസാരിച്ച ട്രംപ് ഇന്ന് ഈ വിഷയത്തിൽ കാര്യമായിട്ടൊന്നും പറഞ്ഞതായി റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. ഇന്നും മാധ്യമങ്ങൾ അഭിസംബോധന ചെയ്യുമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒരു കാര്യം പ്രധാനമായി എടുത്തു പറഞ്ഞത്, ഒരവസരം കൂടി ഇറാന് കൊടുക്കുകയാണ്, ഇത് അവസാനത്തെ ചാൻസാണ് എന്ന് ട്രംപ് ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു ന്യൂക്ലിയർ ഡീലിലേക്ക് ഇറാൻ വരണം, വന്നില്ലെങ്കിൽ പ്രശ്നം തന്നെയാണ്, ഫൈറ്റിംഗ് തുടരും എന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. തീർക്കേണ്ടതെല്ലാം തീർത്തു കഴിഞ്ഞു എന്ന വൈരുദ്ധ്യം നിറഞ്ഞ മറ്റൊരു വാചകവും ഇതേ സമയം തന്നെ ട്രംപ് പറഞ്ഞതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുകയാണ്. ഇന്നലെ പാതിരാത്രിക്ക് ശേഷം ഇസ്രയേലിൽ 7 ഘട്ടങ്ങളിലായിട്ടുള്ള മിസൈൽ ആക്രമണമാണ് ടെൽ അവീവിന് നേർക്ക് ഇറാൻ നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് അവിടെയും ഇവിടെയും ഇരുന്നുള്ള ഏതെങ്കിലും മാധ്യമങ്ങളോ വ്യക്തികളോ പറയുന്നതല്ല. ഇസ്രയേലിലെ ടെൽ അവീവിലെ ഇസ്രയേലിൻ്റെ IDF-മായി ബന്ധപ്പെട്ട ഉന്നത വൃത്തങ്ങൾ തന്നെയാണ് വാർത്താക്കുറിപ്പിലൂടെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അതിനു ബദലായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന്റെ ഒരു പ്രധാനപ്പെട്ട ഓഫീസിൽ ടെഹ്റാനിൽ തിരിച്ചടി നടത്തിയതായും ഇസ്രയേൽ അവകാശപ്പെട്ടിട്ടുണ്ട്. ടെൽ അവീവിൽ മാത്രമല്ല, ഇസ്രയേലിന്റെ ദക്ഷിണ ഭാഗത്തും ഇറാൻ നടത്തിയ ആക്രമണം വളരെ സജീവമായിരുന്നു. അവിടെ 3 പേരെ പെട്ടെന്ന് തന്നെ ബിൽഡിങ്ങിന്റെ ഇടയിൽ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. 40 വയസ്സുള്ള ഒരാൾക്ക് വളരെ ഗുരുതരമായ പരിക്കുണ്ട്. 26 വയസ്സുള്ള ഒരു സ്ത്രീക്കും 2 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനും പരിക്കുകളുണ്ട്. അവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയെന്നും ഇസ്രയേലിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. യുദ്ധത്തിനിടയിൽ ഇന്ന് UAE-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. മൊത്തം ഈ യുദ്ധം എങ്ങനെ നടന്ന് എല്ലാ രാജ്യങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ സൈനികമായിട്ടും സാമ്പത്തികമായിട്ടും മേൽക്കോയ്മ നേടിക്കൊണ്ട് ഒരു രാജ്യം മുന്നോട്ട് പോകുന്നുണ്ടറിയാലോ, റഷ്യ ഈ തക്കം നോക്കിയിട്ട് ഉക്രൈന് മേൽ അതിശക്തമായ ആക്രമണം തുടരുകയാണ്. ഇന്ന് 10-11 സ്ഥലങ്ങളിലാണ് ആക്രമണം നടത്തിയത്. കഴിഞ്ഞ 10 ദിവസത്തെ കഥയെടുത്താൽ ഇന്ന് നടത്തിയതുപോലുള്ള ആക്രമണം ഈ 10 ദിവസത്തിൽ നടന്നിട്ടില്ല എന്നാണ്. 5 പേർ കൊല്ലപ്പെട്ടതായി ഉക്രൈൻ അറിയിച്ചിരിക്കുകയാണ്. കൃത്യമായ പരിക്കേറ്റവരുടെ എണ്ണം എത്രയെന്നറിയില്ല, മരിച്ചവർ എത്രയെന്നറിയില്ല. ആക്രമണം സജീവമാകുന്നു. ഇതൊക്കെ ഉക്രൈൻ പറയുന്നത് ഇപ്പോൾ ഈ യുദ്ധം കൊണ്ടുവന്നിരിക്കുന്ന അമേരിക്കയുടെ ചെലവിലാണ് റഷ്യക്ക് ഇപ്പോൾ കാശ് കിട്ടുന്നത്. റഷ്യയുടെ ഓയിൽ പലരും വാങ്ങാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വലിയ കോടിക്കണക്കിന് ഡോളർ കിട്ടിക്കൊണ്ടിരിക്കുന്നത് റഷ്യക്കാണ്. ആ കാശ് വിനിയോഗിക്കുന്നത് ഉക്രൈനെ മർദ്ദിക്കാൻ വേണ്ടിയാണ് എന്നാണ് ഇപ്പോൾ ഉക്രൈൻ ആരോപിക്കുന്നത്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച ഈ ആക്രമണത്തിനിടയിൽ ഇന്ന് വളരെ നിർണായകമായ ഒരു കാര്യം ഉണ്ടായത്, ബഹ്റൈനിലെ ഒരു മിലിറ്ററി ബേസിന് നേർക്ക് ഇറാന്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ ആക്രമണമുണ്ടായി. UAE ആംഡ് ഫോഴ്സസിന്റെ ഒരു സിവിലിയൻ കോൺട്രാക്ടർ, മൊറോക്കൻ പൗരനാണ്. ഈ ബഹ്റൈനിൽ ആ സമയത്ത് ഡ്യൂട്ടിയിലായിരുന്നു. അദ്ദേഹം കൊല്ലപ്പെട്ടു, രക്തസാക്ഷിയായി എന്ന രൂപത്തിലുള്ള അറിയിപ്പ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ ഭാഗത്തിൽ നിന്ന് UAE-യിൽ നിന്ന് വരികയാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തോടുള്ള ആദരാഞ്ജലികൾ, അനുശോചനം UAE അർപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല UAE ആംഡ് ഫോഴ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 5 അംഗങ്ങൾക്ക് പരിക്ക് പറ്റിയതായും റിപ്പോർട്ടിലുണ്ട്. ഇന്ന് ബഹ്റൈനിലെ ഈ ഒരു സൈനിക താവളത്തിന് നേർക്ക് നടത്തിയ ആക്രമണത്തെ UAE-യും ഖത്തറും ഒക്കെ ശക്തമായി അപലപിച്ചു. ഖത്തർ ബഹ്റൈനോടും UAE-യോടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. UAE-യിലേക്ക് ഇന്ന് വന്ന 17 ഡ്രോണുകളും 5 ബാലിസ്റ്റിക് മിസൈലുകളും വളരെ സജീവമായി ഇന്റർസെപ്റ്റ് ചെയ്ത് പരാജയപ്പെടുത്തി എന്ന അറിയിപ്പ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ ഭാഗത്തു നിന്ന് വരികയാണ്. മൊത്തത്തിൽ 1800-ലധികം ഡ്രോണുകളാണ് ഇതുവരെ തടസ്സപ്പെടുത്തിയത്. ബാലിസ്റ്റിക് മിസൈലുകൾ മൊത്തം 357ആയി. ക്രൂയിസ് മിസൈൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ 15 എണ്ണം മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ. അതിനെയൊക്കെ നിർവീര്യമാക്കുകയും ചെയ്തു. ഇന്നലെയും ഇന്നും UAE-യിൽ മഴയുടെ ദിവസങ്ങളായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പരക്കെ UAE-യിൽ മഴ കിട്ടുകയും, പ്രത്യേകിച്ച് ഞങ്ങൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ്, ദുബായ്, ഷാർജ ഭാഗത്ത്, പ്രത്യേകിച്ച് അൽഖാൻ ഭാഗത്തൊക്കെ വലിയ വെള്ളക്കെട്ടുകൾ രൂപം കൊണ്ടു. ദുബായിലൊക്കെ വാഹനങ്ങൾ വന്ന വെള്ളം നീക്കം ചെയ്യുന്ന ജോലി കണ്ടുപഠിക്കേണ്ടതാണ്. ഒരു 15-20 മിനിറ്റ് കൊണ്ട് വെള്ളക്കെട്ടുകൾ ഇല്ലാതാവുകയും നല്ല രീതിക്ക് യാത്ര പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ഷാർജയിൽ ഒരുപാട് സമയം എടുക്കുന്നു.
പറയുന്നുണ്ട്. നമ്മുടെ യാത്രക്കാർ നിരവധി സുഹൃത്തുക്കൾ വിളിച്ചു പറയുന്നുണ്ട്, ഞങ്ങൾ അരമണിക്കൂർ 1 മണിക്കൂർ ഒക്കെയായി വെള്ളക്കെട്ടി കുടുങ്ങിക്കിടക്കുകയാണ്, 1, 2, 3 മണിക്കൂറൊക്കെ എടുക്കും വീട്ടിലെത്താനെന്ന് ഇന്നലത്തെ പോലെ ഇന്നും അനുഭവങ്ങൾ പങ്കുവച്ചവരുണ്ട്, ചിത്രങ്ങൾ അയച്ചു തന്നവരുണ്ട്. ഏതായാലും യാത്രക്കാർ ശ്രദ്ധിക്കുക. വരുന്ന ദിവസങ്ങളിലും മഴയുടെ സാധ്യതയെക്കുറിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ എമർജൻസി മാനേജ്മെൻറ്റ് അതോറിറ്റി പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇടിമിന്നലോട് കൂടിയ മഴയാണ്, നല്ല മിന്നലുണ്ട്, ഇടിയും വെട്ടുന്നുണ്ട്. ഇത് ഇന്റർസെപ്റ്റിൻ്റെ സൗണ്ടാണോ, ഇടിമിന്നലിൻ്റെ ശബ്ദമാണോ, വിമാനങ്ങൾ പോകുന്നതാണോ, ഇതൊന്നും വേർതിരിച്ചറിയാൻ പറ്റാതെ പല ആളുകളും ആശങ്കയിലാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, പുറത്ത് നിന്നുകൊണ്ട് അത്യാവശ്യമല്ലെങ്കിൽ ഈ മൊബൈൽ ഫോണിൽ സംസാരിക്കുന്ന ശീലം വേണ്ട, അത് നല്ലതല്ല, ജാഗ്രത പാലിക്കണം എന്ന് NCMA പറയും. നമ്മളെല്ലാവരും ഒന്ന് അനുസരിക്കണം. മൊബൈൽ ഫോൺ മാത്രമല്ല, ലാൻഡ് ഫോൺ ആവട്ടെ, ഒരു പുറത്തു നിന്നുകൊണ്ടൊരു സാഹചര്യത്തിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി അവസരം വിനിയോഗിക്കരുത് എന്ന കാര്യം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധയോടുകൂടി അതിനെ സ്വീകരിക്കുക. അതുപോലെ ദുബായിലെ സ്കൂളുകൾക്ക്, പ്രൈവറ്റ് സ്കൂളുകൾക്ക് ഏപ്രിൽ 3 വരെ റിമോട്ട് ലേണിംഗ് സൗകര്യം എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി KHDA തീരുമാനിച്ചതും അറിയിപ്പായി വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് ഫ്ലൈറ്റുകളുടെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാമോ എന്നാണ്. എല്ലാ ദിവസവും എയർ ഇന്ത്യ എക്സ്പ്രസും എയർ ഇന്ത്യയും ഔപചാരികമായിട്ടുള്ള അറിയിപ്പുകൾ പുറത്തുവിടുന്നുണ്ട്. അതായത് ഇപ്പോൾ നാളെയും മാർച്ച് 25-ാം തീയതിയും 26 ഫ്ലൈറ്റുകൾ ഷെഡ്യൂൾഡ് ആയിട്ടും നോൺ ഷെഡ്യൂൾഡ് ആയിട്ടുമുള്ള കാറ്റഗറിയിൽപ്പെടുന്ന ഫ്ലൈറ്റുകൾ എയർ ഇന്ത്യ ഗ്രൂപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്ന്. അപ്പോൾ അത് ഓരോരുത്തരും അവരുടെ ടിക്കറ്റ് അനുസരിച്ച് എയർപോർട്ടുകളിലോ എയർലൈൻസിലോ വിളിച്ച് ചെക്ക് ചെയ്തിട്ട് വേണം പോകാൻ എന്ന കാര്യം ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ്, കല്യാൺ ജുവല്ലേഴ്സ്, ലുലു, പാർത്ത സിഗ്നേച്ചർ, അബു ഷഗാര ഷാർജ, അരീം ബേക്കേഴ്സ്, eLessons.net, ഫിറ ഫുഡ്സ്, ധന്വന്തരി ആയുർവേദ, അൽസൂദ് കാർഗോ, ഗോൾഡ് സ്റ്റാർ റെന്റ് കാർ, ഡോക്ടർ റസീനാസ് ആയുർവേദിക് ക്ലിനിക്, ഐൻ ഗോൾഡൻ ഡയമണ്ട്സ്, ചോക്കോ വേൾഡ്, വിന്റേജ് ലക്സ് റിയൽ എസ്റ്റേറ്റ്, ഡീൽ പ്രൈസ്, ഇന്ത്യ GCC ബിസിനസ് ലോഞ്ച്.